ഹേ രാം വിളിച്ച് പിടഞ്ഞു വീണ മഹാത്മാവ് 76 വർഷം മുൻപ് ഇതേ ദിവസം ഡൽഹി ബിർള ഹൗസ്. സമയം വൈകിട്ട് 5:12. 15 മിനിറ്റിന് ശേഷം 5:27 ആ വിവരം സ്ഥിരീകരിച്ചു. ജീവിതകാലം മുഴുവൻ രാമരാജ്യത്തിന് വേണ്ടി വാദിച്ച ഒരാൾ അവസാനവും വിളിച്ചത് ഹേ രാം എന്നാണ്. എന്നാൽ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തെയും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഹിന്ദു വിരുദ്ധൻ എന്നാരോപിച്ചാണ്. എന്തായിരുന്നു ഗാന്ധിജിയുടെ രാമരാജ്യം? അതിന് ഗോഡ്സെ കണ്ട ഹിന്ദുത്വവുമായി എന്തായിരുന്നു വ്യത്യാസം? ദ ഹിന്ദു ദിനപത്രത്തിൽ 1937 ജനുവരി 2 ഗാന്ധിജി എഴുതി, ധാർമ്മികതയിലൂന്നിയ ജനായത്ത ഭരണം, അതാണ് എന്റെ രാമരാജ്യമെന്ന്. മതരാഷ്ട്ര പാർട്ടികളുടെ നേതാക്കൾ പോലും ഇതൊക്കെ ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി 1000 തവണയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സ്വന്തം സങ്കല്പത്തിലെ രാമരാജ്യം എന്ന്. ഇതാ ആ വാക്കുകളിലേക്ക്, ഓരോ ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കരുതാത്ത ആ വചനങ്ങളിലേക്ക്. ഗാന്ധിജിയുടെ രാമരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കുന്നതാണ് ഈ വാചകങ്ങൾ. യങ് ഇന്ത്യയിൽ 1929 സെപ്റ്റംബർ 19 എഴുതിയത്, എന്റെ രാമരാജ്യത്ത് ഹിന്ദു ഭരണമല്ല, അതൊരു ദൈവിക ഭരണമാണ്, ദൈവരാജ്യമാണ്. എനിക്ക് രാമനും റഹീമും ഒന്നാണ്. ഞാൻ സത്യത്തിന്റെയും നന്മയുടെയും ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെയും അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ എന്തൊക്കെ ഉണ്ടാകും? 1947 ഓഗസ്റ്റ് 3 ദ ഹിന്ദു ദിനപത്രം. സ്വാതന്ത്ര്യത്തിന് ഏതാനും ദിവസം മുൻപാണ്. ഹിംസയുള്ള ഇടം രാമരാജ്യമാകില്ല എന്നാണ് ഗാന്ധിജി എഴുതിയത്. അഹിംസയിലൂടെ നിലവിൽ വരുന്നത് എന്താണോ അതാണ് രാമരാജ്യം. അവിടം ധ്വംസനങ്ങളും ഹത്യകളും ഉന്മൂലനവും ഉണ്ടാകില്ല എന്നും മഹാത്മാവ് വിശദീകരിച്ചു. അപ്പോൾ രാമരാജ്യം ആര് ഭരിക്കും? എന്റെ സ്വപ്നത്തിലെ രാമരാജ്യത്ത് പണക്കാരനും പാവപ്പെട്ടവനും തുല്യാവകാശമെന്നാണ് ഗാന്ധിജി എഴുതിയത്. അത് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും അവകാശപ്പെടുന്ന നയമാണ്. നടപ്പാക്കാതെ പ്രസക്തി നഷ്ടമായ അനേകം രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഒന്നുകൂടിയാണത്. ബ്രിട്ടീഷ് പട്ടാളത്തെ മാറ്റി ഇന്ത്യൻ പട്ടാളം വന്നതുകൊണ്ട് രാമരാജ്യം നിലവിൽ വരികയില്ല എന്നാണ് ഗാന്ധിജി എഴുതിയത്. പട്ടാളം ഭരിക്കുന്ന രാജ്യത്തെ ജനത ധാർമ്മികമായി സ്വതന്ത്രരാകില്ല. ജനങ്ങളെ ഭരിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് ആ ലേഖനങ്ങളെല്ലാം. ഇനി ഗാന്ധിജിയുടെ ഹിന്ദുത്വത്തിലേക്ക്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതാണ് എന്റെ ഹിന്ദുത്വം. അതിലാണ് രാമരാജ്യ രഹസ്യം അന്തർലീനമായിരിക്കുന്നത് എന്നും സ്വാതന്ത്ര്യത്തിന് പിന്നാലെ എഴുതിയ ആ ലേഖനത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്. ദൈവത്തെ രാമരാജ്യത്തിൽ കാണണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മപരിശോധനയാണെന്നാണ് മഹാത്മജി പറഞ്ഞത്. അതിന് സ്വന്തം തെറ്റുകളെ 1000 മടങ്ങ് പെരുപ്പിച്ചു കാണണം, മാഗ്നിഫൈ ചെയ്യണം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതോടൊപ്പം മറ്റൊന്നുകൂടി പറഞ്ഞു, അയൽക്കാരന്റെ തെറ്റുകളോട് കണ്ണടയ്ക്കാനും കഴിയണം. അതുമാത്രമാണ് രാമരാജ്യത്തിലേക്കുള്ള വഴിയെന്നും ഗാന്ധിജി എടുത്തു പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല മതത്തെക്കുറിച്ചും ഗാന്ധിജി 100-ലേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1921 തന്നെ മതത്തെ ഗാന്ധിജി നിർവചിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, എന്റെ മതം എന്നതുകൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് ഞാൻ പറയാം. അത് ഹിന്ദു മതമല്ല, അത് ഹിന്ദുത്വത്തെ പരിവർത്തനം ചെയ്യുന്ന മതമാണ്. ഒരാളുടെ പ്രകൃതം തന്നെ മാറ്റുന്നതാണ്. ഒരാളെ തകർക്കാനാവാത്ത ആത്മസ്വത്വത്തോടുകൂടി ബന്ധിപ്പിക്കുന്നതാണ് എന്റെ മതം. അത് എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമാണ്. ഗാന്ധിജി എഴുതി, ഹനുമാൻ സ്വന്തം നെഞ്ചുകീറി അതിൽ രാമനാമമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കാണിച്ചു തന്നു. എനിക്ക് ഹനുമാനെ പോലെ ഹൃദയം പിളരാൻ കഴിവില്ല. നിങ്ങളിൽ ആർക്കു വേണമെങ്കിലും സാധിക്കുമെങ്കിൽ ഇത് കീറി നോക്കാം. അവിടെ കാണുക ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളായ ദശലക്ഷങ്ങളിൽ ഞാൻ കാണുന്ന രാമനെ ആയിരിക്കും. സ്വാതന്ത്ര്യാനന്തരം വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഗാന്ധിജി എഴുതിയ ലേഖനമുണ്ട്. രാജ്യം നിസ്സംശയം മതേതരമാകേണ്ടത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നത്. മതനിയമങ്ങളിൽ രാജ്യം ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ആ ലേഖനത്തിന്റെ കാതൽ. രാജ്യത്തെ പൊതു നിയമങ്ങൾ അനുസരിക്കുന്ന കാലത്തോളം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തട്ടും തടസ്സവുമില്ലാതെ അവരുടെ മതം പിന്തുടരാൻ കഴിയണം. ഗാന്ധിജിയുടെ എഴുത്തുകളിലോ ചെയ്തികളിലോ ഇതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും രാജ്യസങ്കല്പം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ബാക്കിയൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് ഇന്ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആരോപിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമായ കാര്യങ്ങളാണ്. ആ സത്യാനുഷ്ഠ പരീക്ഷണങ്ങളെ അസത്യങ്ങൾ കൊണ്ട് മറയ്ക്കാതിരുന്നാൽ തന്നെ രാജ്യം പകുതി ജയിച്ചു എന്ന് പറയാം. ഇതേ ദിവസമുണ്ടായ ആ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിക്കുന്നത് ഈ സന്ദേശമാണ്. ഹേ റാം എന്ന ആ അവസാനത്തെ വിളി പോലും എന്റെ ദൈവമേ എന്ന് രാജ്യത്തിനു വേണ്ടി നടത്തിയ വിലാപമായിരുന്നു.